നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ സെക്ഷൻ ഫോർമുലയും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. സെക്ഷൻ ഫോർമുലയെ കണക്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രയാങ്കിൾ നമ്മൾക്ക് തന്നാൽ, ഒരു ട്രയാങ്കിൾ എ ബി സി തരുന്നു. ആ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ആൾക്ക് പൊസിഷൻ വെക്ടറുകളുണ്ട്. എയുടേത് സ്മോൾ എ, ബിയുടേത് ബി, സിയുടേത് സ്മോൾ സി. പൊസിഷൻ വെക്ടറുകളാണ്. ശരിക്കും ഇവിടെ ആക്സിസ് വരച്ച് ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കണം. അപ്പോഴത്തേക്ക് ഒരുപാട് വരകളായി പോകും. അതുകൊണ്ട് ജസ്റ്റ് എഴുതിയാൽ മതി. എ ബി സി പൊസിഷൻ വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു സെൻട്രോയിഡ് ഉണ്ട്. നമുക്കറിയാം സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആളാണ് മീഡിയനുകൾ ആണല്ലോ. ഒരു വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മിഡ് പോയിന്റ്, ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആളുകളാണ് മീഡിയനുകൾ. ഇങ്ങനെ 3 മീഡിയനുകളാണ് ഒരു ട്രയാങ്കിളിനുള്ളത്. മീഡിയനുകളെല്ലാം ചേരുന്ന ഇൻ്റർസെക്ഷൻ, മീഡിയനുകളുടെ ഇൻ്റർസെക്ഷനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ജി അഥവാ സെൻട്രോയിഡ്. ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ആണ് സെൻട്രോയിഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ മീഡിയൻ ആണെങ്കിൽ അത് ബി സിയുടെ മിഡ് പോയിന്റിലേക്ക്, അയാളെ ഞാൻ എം ഇ എഫ് എന്ന് വിളിക്കുന്നു എന്ന് വെക്കുക. എം ഇ എഫ്. അപ്പോൾ എ എം ആണ് മീഡിയൻ, ബി മീഡിയൻ ആണ്, സി എഫ് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയനുകൾ വരച്ചു. ജി എന്ന് പറയുന്ന പോയിന്റ് സെൻട്രോയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എ എം എന്ന് പറയുന്ന ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്താൽ, ശ്രദ്ധിക്കുക, എ എം ഒരു വെക്ടർ. ഇപ്പോൾ നോക്കൂ, എ എം ഒരു വെക്ടർ ആകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. എ എമ്മിനെ ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്താൽ ജി എന്ന് പറയുന്ന പോയിന്റ് എ എമ്മിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ്. ശരിയാണല്ലോ. ജി എന്ന് പറയുന്ന പോയിന്റ് എ എമ്മിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയും കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി വിത്ത് പൊസിഷൻ വെക്ടർ എ ബി ആൻഡ് സി റെസ്പെക്റ്റീവ്ലി, ആൻഡ് കൺസിഡർ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി, E is the midpoint of AC, and F is the midpoint of AB, and here AM vector is the median, BE vector is the median, and CF vector is the median. അല്ലെങ്കിൽ AM, BE, CF are the medians. Then നമുക്ക് പറയാം we have M is the midpoint ആണല്ലോ. We have M is the midpoint of ബി സി വെക്ടർ. ദെയർഫോർ എനിക്ക് ഒ എം വെക്ടർ എഴുതാമല്ലോ. എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ പൊസിഷൻ എഴുതാം. മിഡ് പോയിന്റ് അല്ലേ. എം മിഡ് പോയിന്റ് ആകുമ്പോൾ ബിയുടേത് സ്മോൾ ബിയും സിയുടേത് സ്മോൾ സിയും ആണെങ്കിൽ എമ്മിൻ്റെ പൊസിഷൻ വെക്ടറിനെ എനിക്ക് ബി പ്ലസ് സി ബൈ 2 എന്ന് എഴുതാം. കാരണം മിഡ് പോയിന്റ് ഫോർമുല ശരിയാണല്ലോ. എമ്മിൻ്റെ പൊസിഷൻ ഈസ് ബി പ്ലസ് സി ബൈ 2 ആണല്ലോ. ഇനി ഞാൻ പറയുന്നു ലെറ്റ് ജി ബി ദ സെൻട്രോയിഡ് ആൻഡ് ജി ഡിവൈഡ്സ് എ എം, ദ മീഡിയൻ എ എം, ഇൻ ദ റേഷ്യോ ലാംഡ ആൻഡ് 1 മൈനസ് ലാംഡ. ലാംഡയും 1 മൈനസ് ലാംഡയും. നോക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ഇപ്പോൾ ഇത് എ എം ആണെന്ന് വെച്ചോ, ഇത് ജി ആണെന്ന് വെച്ചോ. ഇത് 2/5 ആണെങ്കിൽ, ഇതിൻ്റെ റേഷ്യോ 2/5 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 1 മൈനസ് 2/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. ശരിയാണല്ലോ. 5ൽ 2 ഭാഗം ഇവിടെ വന്നാൽ 5ൽ 3 ഭാഗം ഇവിടെ, മൊത്തം 5 ഭാഗമുള്ളത് 2 ഇവിടെ 3 അവിടെ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2/5 ആയത്. അപ്പോൾ ഇവിടെ ലാംഡ ആണെങ്കിൽ ഇത് ഉറപ്പായും 1 മൈനസ് ലാംഡ ആയിരിക്കും. ഒരിടത്ത് ലാംഡ ആണെങ്കിൽ അടുത്തടുത്ത് എന്തായിരിക്കും? 1 മൈനസ് ലാംഡ. അപ്പോൾ ഞാൻ കൊടുക്കുന്നു ഇവിടെ ലാംഡ, ഇവിടെ 1 മൈനസ് ലാംഡ. അങ്ങനെ വരികയാണെങ്കിൽ ഇനി എനിക്ക് എ എം എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ജി എന്ന് പറയുന്ന ആൾ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ജിയുടെ പൊസിഷൻ, ദെയർഫോർ the position vector of capital G is OG vector equal to, എങ്ങനെ എഴുതാൻ വേണ്ടി നമുക്കൊരു വെക്ടറിനെ ഒരു പോയിന്റ് കട്ട് ചെയ്ത് പോയാൽ എങ്ങനെയെന്നാ പറയുക? ലാംഡ ഇൻറ്റു ബി, ലാംഡ ഇൻറ്റു എം. ലാംഡ ഇൻറ്റു എം എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു ഒ എം വെക്ടർ. ശരിയല്ലേ? നോക്കൂ, ലാംഡ ഇൻറ്റു എമ്മിൻ്റെ പൊസിഷൻ പ്ലസ് 1 മൈനസ് ലാംഡയുടെ എയുടെ പൊസിഷൻ ബൈ ലാംഡ പ്ലസ് മ്യൂ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? ലാംഡ ഇൻറ്റു ബി പ്ലസ് മ്യൂ ഇൻറ്റു എ ബൈ ലാംഡ പ്ലസ് മ്യൂ. ഇവിടെ ലാംഡ ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എം ആ, പോയിന്റ് എം എന്ന് പറഞ്ഞാൽ ഒ എം വെക്ടർ. അപ്പോൾ എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ഒ എം പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ആരുടേത്? എ എന്ന് പറഞ്ഞാൽ സ്മോൾ എ വെക്ടർ ബൈ ലാംഡ പ്ലസ് 1 മൈനസ് ലാംഡ. ദാറ്റ് ഈസ് ഒ ജി വെക്ടർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? ലാംഡ ഇൻറ്റു ഒ എമ്മിന് പകരം ബി പ്ലസ് സി ബൈ 2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് എഴുതാം. ശരിയാണല്ലോ. താഴെ എന്താ? ലാംഡയും പോയി 1 വരും. ശരിയാണല്ലോ. ഇതാണ് ഒ ജി വെക്ടർ. ഇത് ഇക്വേഷൻ നമ്പർ 1 അവിടെ കിടക്കട്ടെ. ആരെ കൺസിഡർ ചെയ്തപ്പോഴാണ്? എ എമ്മിനെ കൺസിഡർ. ദ പൊസിഷൻ വെക്ടർ ഓഫ് ജി, മനസ്സിലായി? പൊസിഷൻ വെക്ടർ ഓഫ് ജി കൺസിഡർ എ എം, കൺസിഡർ ജി ഡിവൈഡ്സ് ക്യാപിറ്റൽ എ എം ഇൻ ദ റേഷ്യോ. അത് എഴുതിയിട്ട് എഴുതുക. ഇൻ ദ റേഷ്യോ
lambda is to 1 minus lambda, then the position vector of G is ഇങ്ങനെയാണ് കിട്ടുക. ആദ്യം നമ്മൾ എമ്മിനെ കൺസിഡർ ചെയ്തത് കൊണ്ടാണ് എം വെക്ടറിനെ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ബി വെക്ടറിനെ ആര് കട്ട് ചെയ്യുന്നു? ജി കട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ ലാംഡ കൊടുക്കും, ഇവിടെ 1 മൈനസ് ലാംഡ കൊടുക്കും. ശരിയാണല്ലോ? നോക്കാം. അപ്പോൾ നമ്മൾ എം വെച്ചിട്ടുള്ള ജി കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബി പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറയണം ദ പൊസിഷൻ വെക്ടർ ഓഫ് ഇ ദാറ്റ് ഈസ് ഒ ഇ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ആരുടെ മിഡ് പോയിന്റാ? എ സിയുടെ. ദെയർഫോർ എ പ്ലസ് സി ബൈ ടു എന്ന് എഴുതാം. എ പ്ലസ് സി ബൈ ടു നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മൾ പറയും കൺസിഡർ ജി ഡിവൈഡ്സ് ആര്? ബി സി ബി ഇ. ജി ഡിവൈഡ്സ് ബി ഇ ഇൻ ദ റേഷ്യോ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇൻ ദ റേഷ്യോ ലാംഡ ഈസ് ടു 1 മൈനസ് ലാംഡ. ദെൻ ദ പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ G ദാറ്റ് ഈസ് ഒ ജി വെക്ടർ ഈക്വൽ ടു എങ്ങനെയാണ്? ലാംഡ ഇൻറ്റു ഒ ഇ വെക്ടർ. ശരിയല്ലേ? ലാംഡ ഇൻറ്റു ഒ ഇ പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ ബൈ ലാംഡ പ്ലസ് 1 മൈനസ് ലാംഡ ദാറ്റ് ഈസ് ഒ ജി വെക്ടർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഒ ഇ എന്താണ്? എ പ്ലസ് സി ബൈ ടു പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ. ഡിനോമിനേറ്റർ ഒന്നുമില്ല. ഇതാണ് ഒ ജി. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഒരു ഒ ജി കിട്ടിയായിരുന്നു, സെക്കൻഡ് ഇക്വേഷനിലും ഒരു ഒ ജി കിട്ടി. ഒ ജി എന്ന് പറഞ്ഞാൽ ജിയുടെ പൊസിഷനാണ്. രണ്ടിടത്തും ജിയുടെ പൊസിഷൻ സെയിം ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രം 1 and 2 നമുക്ക് എന്തെഴുതാം? ലാംഡ ഇൻറ്റു എ പ്ലസ് സി ബൈ ടു പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ ഈക്വൽ ടു അവിടെ കൊടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു ബി പ്ലസ് സി ബൈ ടു പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എ വെക്ടർ. ശരിയല്ലേ? 1 മൈനസ് ലാംഡ ഇൻറ്റു എ വെക്ടർ എന്ന് കിട്ടും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേ, ദാ ഇവിടെ നമുക്ക് ലാംഡ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തുകൂടെ? കോഎഫിഷ്യൻ്റ് ഓഫ് എ വെക്ടർ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് എ വെക്ടർ എടുക്കുമ്പോൾ എ വെക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇടത്തെ സൈഡിൽ എ വെക്ടറിൻ്റെ കൂടെ ആരാ ഉള്ളത്? ലാംഡ ബൈ ടു ഈക്വൽ ടു. നോക്കൂ, ഇടത്ത് ലാംഡ ബൈ ടു ഈക്വൽ ടു. വലത്തെ സൈഡിൽ എ വെക്ടറിൻ്റെ കൂടെ ആരാ ഉള്ളത്? 1 മൈനസ് ലാംഡ. ശരിയല്ലേ? ദെയർഫോർ ലാംഡ ഇപ്പുറം വരുമ്പോൾ എന്ത് വരും? ലാംഡ ബൈ ടു പ്ലസ് ലാംഡ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് 2 LCM എടുക്കുമ്പോൾ 3/2 ലാംഡ ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. ലാംഡയുടെ വില നമുക്ക് എന്താ കിട്ടുക? 2/3. അപ്പോൾ ലാംഡയുടെ വില കിട്ടിക്കഴിഞ്ഞു. എനിക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ജി അതായത് സെൻട്രോയിൻ്റെ പൊസിഷനാണ് വേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ദെയർഫോർ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി മാറും? ഒ ജി വെക്ടർ ഈക്വൽ ടു 2/3 കൊടുക്കുമ്പോൾ 2/3 ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് 1 മൈനസ് 2/3 ഇൻറ്റു എ വെക്ടർ എന്നായി മാറും. ശരിയാണല്ലോ? ബി പ്ലസ് സി ബൈ ടു ഉണ്ട് ഇവിടെ. ദാ 2ഉം 2ഉം പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ബൈ 3 പ്ലസ് 1 മൈനസ് 2/3 3 മിൽസെടുക്കുമ്പോൾ 3 മൈനസ് 2 1/3 എ വെക്ടർ എന്നായി മാറും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ദെയർഫോർ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? ഒ ജി വെക്ടർ ഈക്വൽ ടു നോക്കൂ, മൊത്തത്തിൽ 3 എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്ന് കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. ഇതാണ് സെൻട്രോയിഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. x1 x2 x3 y1 y2 y3 x1 പ്ലസ് x2 പ്ലസ് x3/3. അതേപോലെ തന്നെയാണ് ഇവിടെ എ വെക്ടറിൻ്റെ പൊസിഷൻ എ ബി സി ആണെങ്കിൽ സെൻട്രോയിഡ് കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. ഇത് മാത്രം വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് പൊസിഷൻ വെക്ടർ എ ബി സി എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ജിയുടെ പൊസിഷൻ കിട്ടി. ഒ ജി ആണ് സെൻട്രോയിഡ്. ദെയർഫോർ ലാസ്റ്റ് എഴുതുക. ദെയർഫോർ ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെൻട്രോയിഡ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 എന്നാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ട് പൊസിഷൻ കണ്ട് ഇക്വേറ്റ് ചെയ്ത് ലാംഡയുടെ വില കണ്ട് ആ ലാംഡയുടെ വില ഇതിലോ ഏതിൽ കൊടുത്താലും മതി. ഇക്വേഷൻ 1ലോ 2ലോ കൊടുക്കാം. 1ൽ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടി എ പ്ലസ് ബി പ്ലസ് സി ബൈ 3. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയാണ്. ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്തൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. Find the two particles have velocities v1 vector equal to I plus 3j plus 6k and v2 vector equal to I minus 2k. Find the velocity of the second particle relative to the first and find the resultant velocity. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ്. ഒന്ന് സെക്കൻഡ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഫസ്റ്റ് കണ്ടുപിടിക്കണം, റിസൾട്ടൻ്റ് വെലോസിറ്റി. നോക്കൂ,
സെക്കൻഡ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി വെക്ടർ ഓഫ് സെക്കൻഡ് റിലേറ്റഡ് ടു ഫസ്റ്റ് ഇങ്ങനെയാണ് എഴുതുക V21 ദ വെലോസിറ്റി ഓഫ് സെക്കൻഡ് റിലേറ്റഡ് ടു 1 എന്ന് പറഞ്ഞാൽ അർത്ഥം V2 മൈനസ് V1 എന്നാണ്. സെക്കൻഡ് റിലേറ്റഡ് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ്, ഫസ്റ്റ് റിലേറ്റഡ് ടു സെക്കൻഡ് ആണെങ്കിൽ ഫസ്റ്റ് മൈനസ് സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിക്കിൾ റിലേറ്റഡ് ടു ഫസ്റ്റ് V2 മൈനസ് V1. V2 എന്താ നമുക്ക് I മൈനസ് 2k മൈനസ് I പ്ലസ് 3j പ്ലസ് 6k ദാറ്റ് ഈസ് ഈക്വൽ ടു I മൈനസ് I 0I j പോകാനില്ല ദെയർഫോർ മൈനസ് 3j മൈനസ് 2 മൈനസ് 6 മൈനസ് 8k ഇതാണ് എന്ത് സെക്കൻഡ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 2 റിസൾട്ടൻ്റ് വെലോസിറ്റി. ഞാൻ പറഞ്ഞതാണ് എയും ബിയും പോയാൽ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി ആ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V വെക്ടർ ഈക്വൽ ടു V1 പ്ലസ് V2 എന്നാണ്. രണ്ടും കൂടെ കൂട്ടുന്നതിനെയാണ് റിസൾട്ടൻ്റ് എന്ന് പറയുക. V1 ഉം V2 കൂടെ ആഡ് ചെയ്യാമല്ലോ. V1 പ്ലസ് V2 ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക I പ്ലസ് 3j പ്ലസ് 6k പ്ലസ് I മൈനസ് 2k ദാറ്റ് ഈസ് ഈക്വൽ ടു 2I പ്ലസ് 3j പ്ലസ് 4k. ദിസ് ഈസ് ദ റിസൾട്ടൻ്റ് വെലോസിറ്റി. ഇതും ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് റിലേറ്റഡ് ടു ഫസ്റ്റും റിസൾട്ടൻ്റും ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോർമലൈസിങ് ദ വെക്ടർ I മൈനസ് 2j പ്ലസ് 3k. നോക്കൂ, നോർമലൈസിങ് എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് തന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ നോർമലൈസിങ് ചെയ്യാൻ പറഞ്ഞാൽ അർത്ഥം അതിനെ യൂണിറ്റ് വെക്ടർ കാണുക എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നോർമലൈസിങ് ദ വെക്ടറിന് ലെറ്റ് എ വെക്ടർ ഈക്വൽ ടു ഞാൻ എ വെക്ടർ എന്ന് വിളിച്ചാൽ I മൈനസ് 2j പ്ലസ് 3k. നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ യൂണിറ്റ് വെക്ടർ കാണുക എന്നാണ്. ദാറ്റ് ഈസ് എ വെക്ടർ ബൈ മോഡുലസ് എ വെക്ടർ. ചില ടെക്സ്റ്റുകളിൽ 2 വര ഇടും, ചില ടെക്സ്റ്റിൽ 1 വര ഇടുള്ളൂ. ഏതായാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് I മൈനസ് 2j പ്ലസ് 3k ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു I മൈനസ് 2j പ്ലസ് 3k ബൈ റൂട്ട് 14 എന്നാവും. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് 14 I മൈനസ് 2 ബൈ റൂട്ട് 14j പ്ലസ് 3 ബൈ റൂട്ട് 14k എന്നാവും. ദിസ് ഈസ് ദ നോർമലൈസിങ് എ. എന്ന് പറയുന്ന വെക്ടറിനെ നോർമലൈസ് ചെയ്തു. യൂണിറ്റ് വെക്ടർ കാണുക എന്നുള്ളതാണ് നോർമലൈസിങ് എന്ന വെക്ടറിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ചെറിയൊരു നോട്ടാണ്, വെക്ടറിൻ്റെ മോഡുലസുമായി ബന്ധപ്പെട്ട ഒരു നോട്ടാണ്. അതായത് ഇതിപ്പോൾ എ വെക്ടറാണ്, ഇത് ബി വെക്ടറാണ്. ഇതിനിടയ്ക്കുള്ള ആംഗിൾ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് റിസൾട്ടൻ്റ് ആണ്, എ പ്ലസ് ബി അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും റിസൾട്ടൻറ്റിൻ്റെ എ പ്ലസ് ബിയുടെ മോഡുലസ്, എ പ്ലസ് ബിയുടെ അളവ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയും. നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. എന്നാൽ വെക്ടർ പറയുമ്പോൾ, അതും മോഡുലസ് പറയുമ്പോൾ, മോഡുലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം എന്നാണ്. ഓർത്തോളുക. അപ്പോൾ മോഡുലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് എ സ്ക്വയർ പ്ലസ് മോഡുലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. 2 ഇൻറ്റു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു കോസ് തീറ്റ എന്നാണ്. ഇതാണ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡുമായി റിലേറ്റ് ചെയ്ത ഒരു. അപ്പം റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാലോ മോഡുലസ് എ പ്ലസ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ന് കൊടുക്കാം. അതാണ് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പം ഇതൊരു ഇക്വേഷനാണ്, നമുക്കിനി അങ്ങോട്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഇത് ജസ്റ്റ് നോട്ടായിട്ട് അറിയാം, നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിലുള്ള ഒരു നോട്ടാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ല. ബട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോർമലൈസിംഗ് ദ വെക്ടർ v വെക്ടർ ഈക്വൽ ടു 2i പ്ലസ് 2j മൈനസ് k ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ്. ഇവിടെ പുതിയതായി വന്ന 2 വാക്കുകളാണ് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. മനസ്സിലാക്കണം, ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും 3 ഡയമെൻഷണൽ ജോമെട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് +2-ന്. എന്ന് പറഞ്ഞാൽ വെക്ടറിനെ 3 ഡയമെൻഷണൽ ജോമെട്രിയുമായി കണക്ട് ചെയ്യുന്ന ആളുകളാണ് ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. അതിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത്യാവശ്യം അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു വെക്ടർ തന്നു എന്ന് കരുതുക. ഇപ്പോൾ എ ബി വെക്ടർ ഈക്വൽ ടു 4i പ്ലസ് 5j മൈനസ് 6k എന്ന് തന്നു എന്ന് വെക്കുക. അങ്ങനെ ഒരു വെക്ടർ തന്നാൽ ആ വെക്ടറിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ കിടക്കുന്ന ആളുകളാണ് ഡയറക്ഷൻ റേഷ്യോസ് ആയ എ ബി സി അഥവാ ഡയറക്ഷൻ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് ഏതൊക്കെയാണ്? 4,
5 മൈനസ് 6. അപ്പോൾ എ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡയറക്ഷൻ റേഷ്യോസ് ഏതൊക്കെയാ? 4, 5, മൈനസ് 6. ഇനി ഡയറക്ഷൻ കൊസൈൻസ് ചോദിച്ചാലോ? DCs ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്തത് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്ന ലെറ്ററുകൾ കൊണ്ടാണ് ഡയറക്ഷൻ കൊസൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യുക. എന്ന് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ 3 ഡയമെൻഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈനെ എടുത്താൽ, എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്താൽ അയാൾ എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അതാണ് ആൽഫ, അയാൾ വൈ ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അതാണ് ബീറ്റ, അയാൾ ഇസഡ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ അതാണ് ഗാമ. അപ്പം എക്സ് ആക്സുമായിട്ട് ആൽഫ, വൈ ആക്സുമായിട്ട് ബീറ്റ, ഇസഡ് ആക്സുമായിട്ട് ഗാമ. അവയുടെ കൊസൈൻ ഓഫ് ദ ആംഗിൾ അതിനെയാണ് ഡയറക്ഷൻ കൊസൈൻ ആൽഫ, ബീറ്റ, ഗാമയല്ല LMN എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. LMN എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ L എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, M എന്ന് പറഞ്ഞാൽ കോസ് ബീറ്റ, N എന്ന് പറഞ്ഞാൽ കോസ് ഗാമ. ഇവയെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. അവയെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഡയറക്ഷൻ കൊസൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് വൈ സെഡ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളുകളുടെ കൊസൈൻ എടുത്താൽ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ട് എങ്കിൽ ABC ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ അതിൽ നിന്ന് L കണ്ടുപിടിക്കുന്നത് a/√(a² + b² + c² എന്നാ. a/√. M ആകുമ്പോഴോ b/√. n ആകുമ്പോഴോ c/√(a² + b² + c² എന്നാ. ശരിയാണല്ലോ? അതാണ് LMN. ഇനി അവ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതൊക്കെ വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം. അതുകൊണ്ട് L² + m² + n² = 1 എന്നാണ്. L² + m² n² = 1. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്പോസ് ഇത് AI + BJ + CK എന്നാണ് വെക്കുക വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇതൊരു AB വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണുക? ഇതേ ബൈ അതിൻ്റെ മോഡുലസ് AI + BJ + CK /√(a² + b² + c² എന്ന് പറഞ്ഞാൽ a/√(a² + b² + c², b/√(a² + c/√(. എന്ന് പറഞ്ഞാൽ ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കുമ്പോൾ ഇവിടെ ഐയുടെ കൂടെ a/√(a² + b² + c² അല്ലേ വരിക? അതാണ് L വരിക. അപ്പം ഏതൊരു വെക്ടർ തന്നാലും അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടാൽ യൂണിറ്റ് വെക്ടറിൻ്റെ IJKയുടെ കൂടെയുള്ള ആളുകളാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഒരു വെക്ടറിൻ്റെ IJKയുടെ കൂടെയുള്ള ആളുകളാണ് ഡയറക്ഷൻ റേഷ്യോസ്. ആ വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ IJKയുടെ കൂടെയുള്ള ആളുകളാണ് ഡയറക്ഷൻ കൊസൈൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ V വെക്ടർ ഉണ്ട്, അതിനെ നമുക്ക് നോർമലൈസ് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. V ക്യാപ്പ് എങ്ങനെയാ? 2i + 2j - k /√4 + 4 + -1² 1 that is equal to √9 3 ആണ്. therefore 2/3i + 2/3j - 1/3k ഇതാണ് V ക്യാപ്പ്. ശരിയാണല്ലോ? ഇനി ഡയറക്ഷൻ റേഷ്യോസ് പറ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് V എന്ന് പറഞ്ഞാൽ അതിൻ്റെ IJKയുടെ കൂടെ കിടക്കുന്നത് 2, 2, -1. അതേസമയം ഡയറക്ഷൻ കൊസൈൻസ് ചോദിച്ചാലോ യൂണിറ്റ് വെക്ടറിൻ്റെ കൂടെ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ 2/3 -1/3. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു വെക്ടർ ഇത് യൂണിറ്റ് വെക്ടർ അല്ല, കാരണം ഇതിൻ്റെ മോഡുലസ് 1 അല്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ IJKയുടെ കൂടെ കിടക്കുന്നത് ഡയറക്ഷൻ റേഷ്യോസ്. അതേസമയം അതിനെ യൂണിറ്റ് വെക്ടർ ആക്കിയാൽ അതിൻ്റെ IJKയുടെ കൂടെ കിടക്കുന്നത് ഡയറക്ഷൻ കൊസൈൻസ്. ഇനി ഈ വെക്ടർ എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ചോദിച്ചാലോ? ഇതാണല്ലോ L എന്ന് പറഞ്ഞാൽ 2/3 അല്ലേ? അപ്പം നമുക്ക് കോസ് ആൽഫ = 2/3 എന്ന് കൊടുക്കാം. ആൽഫ = കോസ് ഇൻവേഴ്സ് 2/3. ഇതാണ് ഈ വെക്ടർ എക്സ് ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ. വൈ ആക്സുമായിട്ട് ചോദിച്ചാലോ കോസ് ബീറ്റ M = 2/3 അല്ലേ? കോസ് ബീറ്റ = 2/3. അതിൽ നിന്ന് ബീറ്റ കിട്ടും. ഇസഡ് ചോദിച്ചാലോ കോസ് ഗാമ = -1/3. അതിൽ നിന്ന് ഗാമ കിട്ടും. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ IJKയുടെ കൂടെയുള്ള ആളുകളാണ് ഡയറക്ഷൻ റേഷ്യോസ്. യൂണിറ്റ് വെക്ടർ ആവുകയാണെങ്കിൽ അവരുടെ IJKയുടെ കൂടെ ആളുകളാണ് ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ വെക്ടർ അല്ലെങ്കിൽ ആ ലൈൻ ഓരോ ആക്സുമായിട്ടുണ്ടാക്കുന്ന ആംഗിളുകൾ കണ്ടുപിടിക്കാൻ കഴിയും. ഇത്രയുമാണ് ഇതിൽ നിന്ന് അറിയേണ്ടത്. ഡയറക്ഷൻ കൊസൈൻസുകളുടെ ഒരു റിലേഷനാണ് L² + m² + n² = 1 എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? 1 എന്നുള്ളത് ശ്രദ്ധിക്കുക.